പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിൽ ഇടയാക്കിയതിന് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറാത്ത ദയയും കരുണയും കരുതലും ജീവിതത്തിൽ ഓരോ നാളും അനുഭവിക്കുമ്പോൾ ആ കർത്താവ് എത്ര വലിയവനാണെന്നുള്ളത് ഓരോ നാളും നമ്മൾ രുചിച്ചറിയാം. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മാറാത്തത്. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം ഇതാണ്: അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, കൃപയാണ്. ആ വാഗ്ദത്തങ്ങൾ, അതായത് അബ്രഹാമിന് അവകാശങ്ങൾ ലഭിച്ചത് വാഗ്ദത്തത്താലാണ്. നമ്മുടെ ജീവിതത്തിൽ അബ്രഹാമിന് വാഗ്ദത്തം, എല്ലാ അവകാശങ്ങളും അബ്രഹാമിന് ലഭിച്ചത് വാഗ്ദത്തമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിയത് പ്രവൃത്തികളോ അല്ലെങ്കിൽ ഒന്നുമല്ല, വാഗ്ദത്തം. അബ്രഹാമിന്റെ മേലുണ്ടായിരുന്ന വാഗ്ദത്തം, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം. നമ്മൾ ആ ദൈവവചനത്തിൽ പലയിടത്തും കാണുന്നുണ്ട്, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ ആ കരുണയെ കൂടുതൽ നമ്മൾ അടുത്തറിയുമ്പോൾ കർത്താവ് വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിലനിൽപ്പിന്റെയും അടിസ്ഥാനം നമുക്ക് കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം കടന്നു വരുമ്പോഴും നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ് കർത്താവ് വാക്ക് പറഞ്ഞത് കർത്താവ് മാനിക്കും, കർത്താവ് ഇത് ചെയ്യുമെന്ന് ഉറപ്പ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ ആ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഓരോ നാളും ഉറപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധികളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിലും കർത്താവ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അതിനകത്ത് അവൻ വിശ്വസ്തനാണ്, അവൻ അതിനെ നിവർത്തിക്കും. നമ്മൾ റോമാലേഖനത്തിന് അതിന് 4-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിന്റെ ശരീരത്തിന് നിർജ്ജീവത്വവും സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്വവും ഒക്കെ അവിടെ പറയുന്ന ആ വാക്യത്തിൽ, ആ അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 21-ാമത്തെ വാക്യം, റോമാലേഖനം 4:21. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യത്തിൽ ദൈവം വിശ്വസ്തൻ. 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം. അപ്പൊ ഈ വാഗ്ദത്തത്തിന്റെ ആ നിവൃത്തി അല്ലെങ്കിൽ വാഗ്ദത്തത്തിന്റെ ശക്തിയെ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, ആമേൻ, അത് വിശ്വസിക്കുന്നവരിലാണ് ആ വാഗ്ദത്തത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന, അബ്രഹാം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ദൈവം പറഞ്ഞതിനെ ചെയ്യും, അവൻ ശക്തനാണ് എന്നൊരു ഉറപ്പ് അബ്രഹാമിനകത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നമ്മളോട് വാഗ്ദത്തം ചെയ്തവനെ നിവർത്തിക്കുമെന്നുള്ള ഉറപ്പ്, വാഗ്ദത്തത്തിന്റെ മേലുള്ള ഉറപ്പ്. ഹല്ലേലൂയ, വാഗ്ദത്തം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോ നാളും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെതായ വെല്ലുവിളികളും ഒക്കെ നമ്മൾ തരണം ചെയ്യാറുണ്ട്, കടന്നു പോകാറുണ്ട് അങ്ങനത്തെ വഴികളിൽ കൂടി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്താ? എന്നോട് വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല എന്നുള്ള ബോധ്യമാണ് നമ്മളെ നിലനിർത്തുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ നിരാശപ്പെടുത്തുന്നു, പക്ഷെ നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ട്, എന്നോട് വാക്ക് പറഞ്ഞവൻ അതിനെ നിവർത്തിക്കും. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവ് നിവർത്തിപ്പാൻ ശക്തനാണ്. സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒക്കെ എങ്ങനെ ആയിക്കോട്ടെ, ഏത് നിലവാരത്തിൽ കൂടെ പോയിക്കോട്ടെ, നമുക്ക് ഉറപ്പാണ് എന്നോട് വാഗ്ദത്തം ചെയ്തവൻ അതിനെ നിവർത്തിക്കും. അപ്പൊ നമ്മില് ആ ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് പ്രവേശിക്കണം. അതിന് ചുറ്റുപാടുകളെ കണ്ട് വാഗ്ദത്തത്തെ നമ്മൾ സംശയിക്കരുത്. പകരമായിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ വെല്ലുവിളികളെ, പ്രതികൂലങ്ങളെ സംശയിക്കണം. ഇതെങ്ങനെ എന്റെ മുമ്പിൽ വന്നത്? ഇത് എന്റെ മേൽ വാഴത്തില്ലല്ലോ. എനിക്കുള്ള വാഗ്ദത്തം അനുസരിച്ച് ഇത് എന്റെ മേൽ വാഴത്തില്ലല്ലോ. ഞാനതിന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. യോസഫിന്റെ മുമ്പില് പൊട്ടക്കിണറും പോത്തിഫറിന്റെ ഭവനത്തിലെ അടിമത്വവും കാരാഗ്രഹവാസവും ഒക്കെ വന്നപ്പോൾ യോസഫിന് സംശയം, ഇതെങ്ങനെ സംഭവിച്ചത്? എന്റെ വാഗ്ദത്തം ഇതല്ലല്ലോ. അപ്പൊ നമ്മളോട് കർത്താവ് വാക്ക് പറഞ്ഞത് വാഗ്ദത്തങ്ങളെ അവൻ നിവർത്തിക്കും. നിങ്ങളുടെ സാഹചര്യം എന്തുമായിട്ട്, സൗഖ്യത്തിന്റെ വാഗ്ദത്തമുണ്ട്, അത് നിങ്ങളിൽ സംഭവിച്ചിരിക്കും. അപ്പൊ ഈ വാഗ്ദത്തത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ റോമലേഖനം അതിന്റെ 9-ാം അധ്യായത്തിൽ അതിന്റെ 8-ാം വാക്യം, അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്ര സന്തതി എന്നെണ്ണുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗ്ദത്ത പ്രകാരം ജനിച്ചവരെയാണ് സന്തതി എന്നെണ്ണുന്നത്. അപ്പൊ സന്തതി, വാഗ്ദത്ത പ്രകാരം ജനിച്ചവരെയാണ് സന്തതികൾ എന്ന് മനസ്സിലാക്കുന്നത്. സന്തതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാണ്.
അപ്പൊ നമുക്കിവിടെ 3 കാറ്റഗറി ആളുകളെ കാണാനായിട്ട് സാധിക്കും. 1 മക്കൾ, 2 പുത്രന്മാർ, 3 സന്തതി. അപ്പൊ നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ, ദൈവത്തിന്റെ മക്കളായിട്ട് മാറി. അപ്പൊ മക്കളായി തീർന്ന ഒരു വ്യക്തി മക്കളായി മാറി. എങ്ങനെയാണ്? വാഗ്ദത്തത്താൽ മക്കൾ എന്ന പദവിയിലേക്കായി. അപ്പൊ നമുക്ക് ദൈവജനത്തിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നാം പിന്നെയും ഭയപ്പെടേണ്ടതിന്റെ ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കും. അപ്പൊ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ്. നമ്മുടെ മേൽ കർത്താവ് തന്നിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ്. നമ്മള് പുത്രന്മാരാണ്. പുത്രത്വത്തിലേക്ക് നമ്മൾ ആയിത്തീരുന്നു, പുത്രത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പൊ ആ പുത്രത്വത്തിലേക്ക് പ്രവേശിച്ചവരായി നമ്മൾ എങ്ങനെയാണ്? അവിടെ വചനം ഇങ്ങനെ പറഞ്ഞു: പിന്നെയും നമ്മൾ ഭയപ്പെടേണ്ടതിന്. ഭയം ദാസത്വത്തിന്റെ ആത്മാവിനെയാണ്. അപ്പൊ നമുക്കറിയാം, ദൈവം തന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് മോശയോട് പറഞ്ഞയച്ചപ്പോ ദൈവം മോശയോട് പറഞ്ഞ വാക്കിത്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തില് അത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് അവരെ കുറിച്ച് ഫറവോനോട് പറയാനായിട്ട് ദൈവം മോശയോട് പറഞ്ഞ വാക്കിതാ: എന്റെ മകനെ വിട്ടയക്കാനാ പറഞ്ഞത്. എന്റെ മകനെ വിട്ടയക്കാനായിട്ടാ പറഞ്ഞത്. അപ്പൊ അവിടെ എന്റെ മകൻ എന്ന അർത്ഥത്തിലാണ് ദൈവം തന്റെ ജനത്തെ കാണുന്നത്. അപ്പൊ അങ്ങനെ പുറപ്പാട് പുസ്തകം അതിന്റെ 4-ാം അധ്യായം 22-ാം വാക്യം: നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു: ഇസ്രായേലിന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ. അപ്പൊ അവിടെ ദൈവം തന്റെ ജനത്തെ വിടുവിക്കാനായിട്ട് മോശയെ പറഞ്ഞേൽപ്പിച്ച് ഒരുക്കി വിടുമ്പോ മോശയോട് പറഞ്ഞ വാക്ക്: നീ വിടുവിക്കാൻ പോകുന്ന എന്റെ ജനത്തെ അല്ല, എന്റെ പുത്രനാ. അപ്പൊ അവിടെ പുത്രൻ എന്ന പദവിയിലാണ് ജനത്തെ ദൈവം കാണുന്നത്. പുത്രൻ എന്ന പദവി. അവിടെ അങ്ങനെ തന്നെയാണ് ദൈവം അവരോട് ഇടപെട്ടത്. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് മീതെ വഹിക്കുന്നതോട് വഹിച്ചു എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്നത്. തന്റെ ശക്തമേറിയ ഭുജവും കരവും എല്ലാം അവിടെ വെളിപ്പെട്ടു. കാരണം പുത്രന് വേണ്ടിയിട്ടാണ്, മകന് വേണ്ടിയിട്ടാണ്. അവിടെ അത് വളരെ വ്യക്തമായി പറയുന്നു: എന്റെ പുത്രനാണ്, എന്റെ മകനാണ്, എന്റെ ആദ്യജാതൻ എന്ന് തന്നെയാണ് അവിടെ പറയുന്നു. അപ്പോൾ അത്രയും അതിന്റെ 23-ാം വാക്യം, പുറപ്പാട് പുസ്തകം 4:21: എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ദൈവം തന്റെ ജനത്തെ പുത്രത്വത്തിന്റെ പദവിയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നതും അഡ്രസ് ചെയ്യുന്നതും കണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ, കാരണം കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇസഹാക്കിനോട് പറഞ്ഞപ്പോ ഉടമ്പടി ചെയ്തിട്ട് കർത്താവ്: നിന്റെ മകൻ എന്റെ മകന്, ഞാൻ അവനെ ടേക്ക് കെയർ ചെയ്തോളാം. അപ്പൊ അങ്ങനെ ഇസഹാക്കിന്റെ മകൻ, യാക്കോബിന്റെ മകൻ, അങ്ങനെ മക്കളെ, ജനത്തെ ദൈവം പുത്രൻ എന്ന് പറയുക. എന്നാൽ ആ പുത്രന്മാരായി തീർന്നവർ പുത്രത്വത്തിന്റെ പദവിയെ മനസ്സിലാക്കാതെ അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ ഇടപാടുകളിൽ അവരടിമകളായി മാറും. അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് സീനായ് മലയില് കർത്താവിന്റെ സാന്നിധ്യത്തെ കണ്ടപ്പോൾ അവർ ഭയന്നിട്ട് പറഞ്ഞു: ഞങ്ങളോട് ദൈവം ഇനി സംസാരിക്കണം, മോശ സംസാരിച്ചാൽ മതി. അപ്പൊ ധൈര്യപൂർവ്വം നിൽക്കേണ്ടവർ ഭയത്തിന് വിധേയപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞത്: പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അവിടെ ആ ജനം നയിക്കപ്പെടുന്നതും ജനം നിയന്ത്രിക്കപ്പെട്ടതും പുത്രത്വത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടേണ്ടതിന് പകരം ദാസ്യത്വത്തിലേക്ക് വന്നു. ആ ദാസ്യത്വത്തിലേക്ക് വന്നവർക്കാണ് നിബന്ധനകൾ, ഉടമ്പടികൾ, വ്യവസ്ഥകൾ കൊടുത്തത്. കാരണം ചിന്തിച്ചു നോക്കുക, അപ്പനും മക്കളും നമ്മളുടെ വ്യവസ്ഥയ്ക്കകത്ത് ഉടമ്പടിയൊന്നുമില്ല, കോൺട്രാക്റ്റുകളൊന്നുമില്ല. അപ്പൻ ഇന്ന കാര്യം ചെയ്യണം, അപ്പൻ ഇന്ന കാര്യം ചെയ്താൽ മകൻ ഇന്ന കാര്യം ചെയ്യണം, അങ്ങനെ ഉടമ്പടികളല്ല. അപ്പന്റെയും മകന്റെയും ജീവിത ബന്ധത്തിനകത്ത് അതിനുപരിയായ ഒരു ബന്ധമാണ് ഉള്ളത്.
എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആ പുത്രത്വത്തിൽ നിന്ന് ജനം വഴുതി മാറിപ്പോയി. അവിടെയാണ് ഭിന്നത്തതിൽ അവർ ഭയത്തിന് വിധേയപ്പെട്ടു. ഭയം അവരുടെ ജീവിതത്തിനകത്ത് അവർ ചെയ്യുന്നതിലെല്ലാം ഭയം അവരെ നയിക്കാൻ തുടങ്ങി. അതെവിടുന്ന് വന്നതാ? ദാസ്യ മനോഭാവത്തിൽ നിന്ന് ഭയമുണ്ടായി. അവരുടെ അനുസരണക്കേട് ഭയത്തിന്റെ റിസൾട്ടാണ്. അവര് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം അവർക്കറിയാം ദൈവത്തിന്റെ അടുക്കൽ വിശുദ്ധിയോടെയും ഒരുക്കത്തോടും പോയില്ലെങ്കിൽ ശിക്ഷയുണ്ടാകും. അത് കണ്ട് ഭയപ്പെട്ടവർ ഭയപ്പെട്ടു. ആ ഭയത്തിൽ നിന്ന് അവർക്ക് ഈസി ആയിട്ട് ചെന്ന് സമീപിക്കാവുന്ന ചില സ്ഥലങ്ങളെ അവർ ആരാധിക്കാൻ തുടങ്ങി. ഭയം അവിടെയാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. കാരണം നമുക്ക് അവർ ഈ 430 വർഷത്തെ അടിമവാസ കാലത്ത്, പ്രവാസവാസത്തിന്റെ കാലത്ത് അവരവിടെ പലതരത്തിലെ ആരാധനകൾ കണ്ടു, പല കാര്യങ്ങളെ കണ്ടു. അവരവിടെ നോക്കിയപ്പോ അവിടുത്തെ ദൈവവും ഭക്തന്മാരും തമ്മിലുള്ള ഇടപെടിയിൽ വേറെ. ഇവിടെ അങ്ങനല്ല, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവം. കാരണം അവിടെ അത് കണ്ടപ്പോൾ അവർക്ക് ദൈവത്തെ ഭയമായി. ആ ഭയപ്പെട്ട ജനം, ആ ഭയന്നിരുന്ന ജനത്തിന് ദൈവം ഉടമ്പടി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നടക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, ഇന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ അങ്ങനെ ആ പല കാര്യങ്ങളെ കർത്താവ് നിബന്ധനകളായി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അനുസരിക്കണം. അവർക്കത് ചെയ്യാൻ കഴിയാതെ പോയത് ഭയത്താൽ, അവർക്കത് നിവർത്തിക്കാൻ കഴിയാതെ പോയത് ഭയത്താല. ഭയം അവരെ വാഴാൻ തുടങ്ങി, ഭയം അവരെ നിയന്ത്രിക്കാൻ തുടങ്ങി, ഭയം അവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ തുടങ്ങി, ഭയം അവരുടെ ജീവിതത്തിൽ ഒരു നാളും ഇല്ലാത്തതായ പ്രയാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിച്ചു. ഇപ്പൊ ഇവിടെ പറയുന്നത് പിന്നെയും നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ ഈ ദാസത്വം എന്ന് പറഞ്ഞ് ഇവിടുന്ന് വരുന്നതാണ്. നമുക്കറിയാം, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഗലാത്യ ലേഖനം 4:1 അപ്പൊ അവിടെ അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസൻ ഈക്വല. അപ്പൊ ദാസൻ എന്ന് പറയുമ്പോ യജമാനന്റെ കൽപ്പനകളെ ഭയന്ന് നിൽക്കുന്നു. മകൻ എന്ന് പറയുമ്പോ അവൻ അപ്പന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം പോകുന്നവൻ. അതാണ് മകൻ, അപ്പനും മകനും. കാരണം ദാസൻ അപ്പന്റെ യജമാനന്റെ ഹിതമെല്ലാം അറിഞ്ഞ്, അദ്ദേഹത്തിന്റെ പ്ലാനുകൾ പദ്ധതികളെല്ലാം അറിഞ്ഞു വേണം കാര്യങ്ങളെ ചെയ്യാനായിട്ട്, അറിഞ്ഞിട്ട്. പക്ഷെ മകൻ അങ്ങനല്ല, അപ്പന്റെ ആഗ്രഹപ്രകാരം ജനിച്ചവൻ. അതുകൊണ്ട് അപ്പന്റെ അതേ നിലവാരത്തിൽ കാര്യങ്ങളെ ചെയ്യാൻ പ്രാപ്തനായവൻ, അതാണ് മകൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ മക്കള്. റോമാലേഖനം 8:14 അപ്പൊ ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുന്ന മക്കൾ യേശുവിനെ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകാൻ അധികാരം ലഭിച്ചു. മക്കൾ, ഈ മക്കൾ പുത്രന്മാരെന്ന പദവിയിലേക്ക് വന്നു. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിച്ചവർ പുത്രന്മാരെന്ന പദവിയിലേക്ക് വന്നു. അപ്പൊ അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. അവന്റെ നാമം യഹോവയായ ദൈവം, യേശു എന്ന നാമം, ക്രിസ്തു എന്ന നാമം. അപ്പൊ യേശു എന്ന നാമത്തില് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും, യേശു ക്രിസ്തുവിൽ സർവ്വസമ്പൂർണതയും അടങ്ങിയിരിക്കുക. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുക. സാൽവേഷൻ ഫ്രം യാഹ്വേ, രക്ഷ യഹോവെങ്കിൽ നിന്നും വരുന്നു. എന്റെ പ്രവൃത്തികളുടെ ഫലമല്ല എന്റെ രക്ഷ, ദൈവം തരുന്ന ദാനമാണ് രക്ഷ. ആ ബോധ്യത്തിൽ എത്തുന്നവനെ കുറിച്ചാണ് പറയുന്നത് ദൈവമക്കളാകാൻ അധികാരം ലഭിച്ചു. അതായത് ഇനി അവൻ നടത്തപ്പെടുന്നത് തന്റെ പ്രവർത്തികളാലുള്ള ഒരു പുത്രത്വമല്ല, താൻ പ്രവർത്തി ചെയ്ത് പുത്രനാവുകയല്ല, താൻ പ്രവർത്തി ചെയ്ത് പുത്രനാവുകയല്ല, അല്ല. അവൻ പുത്രനായി തീരുന്നത് ആത്മാവിനാലാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ മകനായ ഒരു വ്യക്തി തീരണമെങ്കിൽ
ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് ഒരുവൻ ആവശ്യമുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഭയത്തിന്റെ ആത്മാവിൽ കഴിഞ്ഞവർ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇനിയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ അബ്ബ എന്ന് വിളിക്കുക എന്ന് പറയുന്നത് പുത്രൻ എന്നതിനപ്പുറമായി അത് സന്തതി എന്ന് പറയുന്ന പദവിയിലാണ് അബ്ബ എന്ന വിളി വരുന്നത്. അതായത് അത് ഇംഗ്ലീഷിൽ പറയുന്നത് ചിൽഡ്രൻ, സൺസ് ആൻഡ് സീഡ്സ്, അല്ലെങ്കിൽ ചൈൽഡ്, സൺ, സീഡ്. ചൈൽഡ് എന്ന് പറയുമ്പോൾ മകനായിരിക്കെ തന്നെ കുഞ്ഞാണവൻ, കാര്യങ്ങളുടെ തിരിച്ചറിവില്ല, ബോധ്യമില്ലാത്തവൻ, ചൈൽഡ്, ശിശുവാണ്. എന്നാൽ മകൻ തന്നെയാണ്, മകൻ എന്ന് തന്നെയാണ് പേര്. പക്ഷെ അവന് പ്രാപ്തിയില്ല, കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ചെയ്യാനുള്ള പ്രാപ്തി അവനില്ല, ബോധ്യം അവനില്ല, അവന് ശിശുവാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് 4-ാം അധ്യായത്തിൽ, അവകാശി ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പൊ അവിടെ നമുക്ക് അതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ന്യായപ്രമാണം ക്രിസ്തുവിങ്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ആരാണ് ശിശു? ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ ശിശു. മകനാണെങ്കിൽ പോലും ശിശുവാണ്, മക്കളാ. അപ്പൊ ഈ ജനത്തെക്കുറിച്ച് ദൈവം പറഞ്ഞത് പുത്രൻ എന്നാ പറഞ്ഞത്. 23 പുറപ്പാട് പുസ്തകം 4:23 എന്റെ പുത്രനെ വിട്ടയക്കാനാ പറഞ്ഞു. ശിശുക്കൾ. അപ്പൊ ന്യായപ്രമാണം ലഭിച്ചവർ ശിശുക്കളാ. ന്യായപ്രമാണം ലഭിച്ചവർ ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്ന ശിശുക്കൾ. ശിശു ആരാണ്? അവകാശിയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയില്ല. അതായത് ന്യായപ്രമാണത്തിന് കീഴിലവരായിരുന്നപ്പോ ദൈവജനമല്ലാത്തവർക്ക് ദൈവജനത്തിന് വ്യത്യാസമൊന്നുമില്ല. അവരും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നു, ഇവരും ചെയ്യും. അവരും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് യാഗം അർപ്പിക്കുന്നു, ഇവരും യാഗം അർപ്പിക്കുന്നു. അവരും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശരീരങ്ങളിൽ ദണ്ഡിപ്പിക്കുന്നു, ഇവരും ദണ്ഡിപ്പിക്കുന്നു. അപ്പൊ അവിടെ ന്യായപ്രമാണം ഇവർക്ക് ഉള്ളത് കൊണ്ട് അവകാശിയാണെങ്കിൽ പോലും ശിശുവായിരിക്കുന്നതുകൊണ്ട് ദാസനേക്കാൾ ഒട്ടും വിശേഷത പറയാനില്ല. എന്നാൽ ഒരു വ്യക്തി ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രനായി മാറി. ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടും. അതായത് ഇനി അവൻ നയിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ അരുതുകളുടെ പ്രമാണത്തിലല്ല. ഇത് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടല്ല അവൻ ചെയ്യുന്നത്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ടല്ല അവൻ ചെയ്യാതിരിക്കുന്നത്. അവൻ ആത്മാവിനാൽ ചെയ്യപ്പെടാതെ വണ്ണം നയിക്കപ്പെടുന്നുണ്ട്. ആത്മാവിനാൽ ചെയ്യാനായി നയിക്കപ്പെടുന്നുണ്ട് അവൻ ചെയ്യുക. ഇപ്പോൾ അവന്റെ ചെയ്തികൾക്കെല്ലാം അടിസ്ഥാനം അവനിൽ വസിക്കുന്ന ആത്മാവ്. ആത്മാവിൽ നയിക്കപ്പെടുകയാണ്, നടത്തപ്പെടുകയാണ്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മക്കൾ എന്ന പദവിയിലേക്ക്, ദാസന്മാര്, ശിശു എന്ന പദവിയിൽ നിന്ന്, ദാസൻ എന്ന പദവിയിൽ നിന്ന് മക്കൾ എന്ന പദവിയിലേക്കായി തീർന്ന് ആത്മാവിലെ നടത്തപ്പെടുക. നമ്മള് ആത്മാവിലെ നടത്തപ്പെടും. മക്കളല്ലയോ? മക്കളായതുകൊണ്ട് ആത്മാവിലെ നടത്തപ്പെടും. ആത്മാവിൽ നടത്തപ്പെടുന്നത് ദൈവത്തിന്റെ മക്കൾ. നമ്മൾ വായിച്ചതായ റോമാലേഖനത്തില് അതിന്റെ 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് എല്ലാവരും സന്തതി എന്ന് വരത്തില്ല. മക്കളാ, പക്ഷെ സന്തതിയല്ല. അവിടെയാണ് ഈ മക്കളും സന്തതിയും തമ്മിലുള്ള വ്യത്യാസം നാം തിരിച്ചറിയേണ്ടത്. സന്തതിയെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നത് ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന് ഏകനെ കുറിച്ച് അത്ര പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പോ സീഡ്,
സന്തതി എന്ന് പറയുന്നത് സീഡ്, വിത്ത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം സീഡ്, സന്തതി ആരാ? ക്രിസ്തു തന്നെ. അപ്പോൾ എന്താണ് ഈ മക്കളും സന്തതിയും തമ്മിലുള്ള വ്യത്യാസം? മക്കളെല്ലാം ഉണ്ടെങ്കിലും പാരമ്പര്യം നിലനിർത്തുന്നു. അപ്പന്റെ അധികാരവും പാരമ്പര്യവും അപ്പന്റെ പ്രൗഢിയും നിലനിർത്തുന്ന, പാരമ്പര്യം നിലനിർത്തുന്നവനാണ് സീഡ്. അപ്പൊ നമ്മൾ യഹൂദ ക്രമം അനുസരിച്ച് നമ്മൾ നോക്കിയാൽ സീഡ് എന്ന് പറയുന്നത് ആദ്യജാതൻ. കാരണം ആദ്യജാതൻ അപ്പന്റെ അവകാശം മുഴുവൻ കൈയാളുകയും അപ്പന്റെ ഹിതം ചെയ്യുകയും അപ്പന്റെ പൂർണ്ണമായ ആ മഹത്വത്തെയും ശക്തിയെയും സമ്പത്തിനെയും മുഴുവൻ ചുമന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന സീഡായിട്ട് മാറും. അപ്പൊ അത് ആദ്യജാതനാണ് ആ പണി ചെയ്യുന്നത്, ആദ്യജാതനാണ് ആ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്, പഴയ നിയമത്തിൽ നമുക്ക് കാണുമ്പോൾ ആദ്യജാതന്മാരെല്ലാം യഹോവയ്ക്കുള്ളവർ. അപ്പൊ അതുകൊണ്ട് ആദ്യജാതന്മാരുടെ മേൽ ഇവർക്ക് അവകാശമൊന്നുമില്ല. ആർക്ക്? ആ ജനത്തിന് ഒരവകാശമില്ല. ആദ്യജാതന്റെ മേൽ ഇവർക്കാണ് അവകാശം, ദൈവത്തിനാണ് അവകാശം. ആദ്യജാതൻ ദൈവത്തിനുള്ളത്. അപ്പൊ അവർക്ക് പകരമായിട്ടാണ് കർത്താവ്, നമുക്കറിയാം, ലേവിയ ഗോത്രത്തെ എടുക്കുന്നത്. ലേവിയ ഗോത്രത്തെ എടുത്തപ്പോൾ അവരെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്കാണ് അവരെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യജാതന്റെ പട്ടികയിലായി ലേവിയ ഗോത്രം. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യുദ്ധത്തിനാകട്ടെ പല കാര്യത്തിന് മുൻപിൽ നിൽക്കുന്നത് യഹൂദാ ഗോത്രം. യഹൂദാ ഗോത്രത്തെ കർത്താവ് അങ്ങനെ ആ പദവിയിലേക്ക് പരിഗണിക്കുന്നത് കാണാൻ കഴിയും. പിന്നെ ആ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രമായിട്ട് യഹൂദാ ഗോത്രം മാറി. അപ്പോൾ അവിടെയും ഒരു ആദ്യജാതന്റെ പദവിയിലേക്ക് യഹൂദാ ഗോത്രത്തെ ദൈവം എത്തിക്കുക. എന്നാൽ യഹൂദാ ഗോത്രത്തിൽ ദാവീദിന്റെ വംശത്തിൽ ജനിച്ചവനായ യേശുവിനെ കുറിച്ച് റോമാലേഖനം 8:29 പറയുന്നു, ആദ്യജാതനാകേണ്ടതിന്. അപ്പോൾ യേശു ആദ്യജാതൻ. അപ്പൊ യേശുവിനെ കുറിച്ച് പറഞ്ഞ സന്തതി, അബ്രഹാമിന്റെ സന്തതിക്ക്. അപ്പൊ വാഗ്ദത്തമാർക്ക് സന്തതികൾക്കാണ് വാഗ്ദത്തം. അപ്പൊ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാ സന്തതികൾ. എന്താണ് വാഗ്ദത്തം? വാഗ്ദത്തം എന്താണെന്നുള്ളത് നമുക്കറിയാം. ലൂക്കോസിന് സുവിശേഷം 24:49 പറയുന്നത്, നിങ്ങൾ നഗരത്തിൽ തന്നെ പാർപ്പിൻ, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ നിങ്ങളുടെ മേൽ പകരുവോളം. അപ്പോൾ എന്താണ് പറയുന്നത്? ആമേൻ. വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവാണ് വാഗ്ദത്തം. ആമേൻ. അതുകൊണ്ട് തന്നെ ഗലാത്യ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തില് അതിന്റെ അവസാന വാക്യം പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം നിങ്ങൾ അവകാശികളാണ്. ആമേൻ. ഗലാത്യ ലേഖനത്തിന്റെ തന്നെ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ, നമ്മൾ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ചവരാ. അതിന്റെ 4-ാം അധ്യായം 28-ാം വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. ആത്മാവിൽ ജനിച്ച മക്കൾ. അപ്പൊ അവിടെ ഈ സന്തതിയുടെ പ്രത്യേകതയാണ് അപ്പന്റെ പൂർണ്ണ മഹത്വത്തെ, പൂർണ്ണ ശക്തിയെ ചുമക്കുന്നത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, കൊലോസ് ലേഖനം അതിന്റെ 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിലിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെയും എന്റെയും പ്രത്യേകത എന്താ? ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. അപ്പൊ ഇപ്പോൾ ആ ബോധ്യത്തോടുകൂടെ കൊലോസ്യ ലേഖനം 1:2-10 വായിച്ചാൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സകല വാഴ്ചയ്ക്കും കർത്തൃത്വത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാണ്. അപ്പോ ആദ്യജാതൻ പരിപൂർണനായ പിതാവിന്റെ പൂർണ്ണ ശക്തിയും അധികാരത്തെയും കൈയാളുകയും അതിനെ കൈമാറപ്പെടുകയും ചെയ്യുന്നവനാണ് സന്തതി. പ്രിയപ്പെട്ടവർ, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഞാനും ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിനെ ചുമക്കുന്നവരാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19, 20, 21, 22 വാക്യങ്ങളിൽ കാണുന്നത്, ആമേൻ, സകല വാഴ്ചകൾക്കും കർത്തൃത്വത്തിന് തലയായ
അവൻ എന്ത് ചെയ്യുന്നറിയാമോ? നാളെ അവനെ ഉയർത്തി വെച്ചിട്ട് അവൻ എല്ലാത്തിനെയും നിറയ്ക്കുന്ന, നിറവായിരിക്കുന്ന അവന്റെ സഭയ്ക്ക്, ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കാം. ഇന്ന് പൂർണ്ണത എവിടെയാണെന്നറിയോ? നമ്മിലായിരിക്കുന്നത്. നമ്മിലാണ് പൂർണ്ണത. നിങ്ങളിലും എന്നിലുമാണ് പൂർണ്ണത. പ്രൈസ് ഗാഡ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിങ്ങളും ഞാനും ക്രിസ്തുവിൽ പരിപൂർണരാണെന്നുള്ള ബോധ്യത്തോടെ, ഹല്ലേലൂയ, അവിടെയാണ് സന്തതി എന്ന അറിവോടെ നിൽക്കേണ്ടത്. സന്തതിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? അപ്പന്റെ അതേ അധികാരത്തോടെ, അപ്പന്റെ അതേ ധനത്തെ കൈയാളുന്നവന്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഹല്ലേലൂയ, സാഹചര്യങ്ങളോട് കൽപ്പിക്കാൻ അപ്പന്റെ അതേ അധികാരത്തോടെ, രോഗത്തോട് കൽപ്പിക്കാം അപ്പന്റെ അതേ അധികാരത്തോടെ, ദാരിദ്ര്യത്തോട് കൽപ്പിക്കാം അപ്പന്റെ അതേ അധികാരത്തോടെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ വകവെക്കാതെ കൽപ്പിക്കാം പിതാവിന്റെ അതേ അധികാരത്തോടെ. നിങ്ങളുടെ അവസ്ഥകൾ മാറും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? നമ്മള് ഹല്ലേലൂയ ശിശുക്കളല്ല, മക്കളാണ്. പക്ഷെ എന്നാൽ അതിനപ്പുറം സന്തതികളാണ്, സീഡാണ്. നിങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് വസിക്കുന്നു. ബോധ്യത്തോടെ ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? ഇപ്പോൾ തന്നെ നിങ്ങളിൽ അത്ഭുതം സംഭവിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സന്തതികളാണെന്നുള്ള ബോധ്യത്തോടെ എല്ലാ പ്രതികൂലങ്ങളെയും ക്രിസ്തുവിൽ വാഴുന്നവരായവർ മാറട്ടെ. അവരുടെ രോഗത്തെ, ശാപത്തെ, ദാരിദ്ര്യത്തെ സന്തതികളാണെന്നുള്ള ബോധ്യത്തിൽ, സന്തതിയാണെന്നുള്ള ബോധ്യത്തോടെ, അതെ, പ്രതിസന്ധികളെ ഹല്ലേലൂയ തരണം ചെയ്യാൻ ആ കൃപ അവരുടെ മേൽ പകരണമേ. വെല്ലുവിളികളെ തരണം ചെയ്യാൻ കൃപ അവരുടെ മേൽ പകരണമേ. തോൽവിയെയും ശാപത്തെയും നിരാശകളെ വാഴുവാൻ പരിശുദ്ധാത്മാവേ അങ്ങയുടെ അധികാരം, അങ്ങയുടെ അസാധാരണമായ അധികാരം ഓരോരുത്തരുടെ മേലും വെളിപ്പെടുമാറാകട്ടെ. അവരെ അനുഗ്രഹിച്ച് നിർത്തണമേ. അവര് ചെയ്യുന്ന സകല കാര്യങ്ങളും അനുഗ്രഹമാക്കി മാറ്റണമേ. തൊടുന്ന സകല കാര്യങ്ങളും അനുഗ്രഹമായി തീരട്ടെ. അവരുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ. അവരിലൂടെ കർത്താവ് അനേകം നിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരിൽ വെളിപ്പെടുമാറാകട്ടെ. കർത്താവ് ജീവിക്കുന്നു എന്ന ആ വലിയ വെളിപ്പാട് അവരിലൂടെ ലോകം തിരിച്ചറിയാനായിട്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ആമേൻ. അതേ കർത്താവെ, ന്യായപ്രമാണത്തിന് കീഴിൽ ദാസന്മാരായി ജീവിക്കാനല്ല, കരഞ്ഞ് നിലവിളിച്ച് വിലപിച്ച് ജീവിക്കാനല്ല, ആമേൻ, ജീവിക്കുന്ന കർത്താവിന്റെ ബോധ്യത്തോടുകൂടെ, കർത്താവുള്ള അറിവോടെ, യേശു കർത്താവുള്ള യഥാർത്ഥ ബോധ്യത്തോടുകൂടെ, സന്തതികളാണെന്നുള്ള ബോധ്യത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെയും വ്യക്തികളെയും ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപയെ സൂക്ഷിക്കണം. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും സന്തതികളാണ്, അവകാശികളാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കുക. നിശ്ചയമായും ജീവിതത്തിന്റെ സകല മേഖലകളിലും നിങ്ങൾക്ക് ജയമുണ്ട്. കർത്താവ് നിങ്ങൾ എല്ലാ മേഖലകളിലും, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അനുഗ്രഹത്തിന് അടയാളമായി കർത്താവ് നിർത്തട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.